ഇന്നത്തെ റെസിപ്പി ഉണക്കച്ചെമ്മീൻ തീയലാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല രുചിയാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാനായി കൈക്ക് 3 പിടി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞുണക്കിയ ഉണക്കച്ചെമ്മീൻ പരിപ്പ. ചെമ്മീൻ എടുത്ത അതേ പാത്രത്തിൽ ഒരു പാത്രം തേങ്ങ എടുക്കാം. പിന്നെ ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 6 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു കുഞ്ഞുപിടി കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂപ്പിക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ. പെട്ടെന്ന് മൂക്കാനായി ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങയിലുള്ള വെളിച്ചെണ്ണമയൊക്കെ കത്തിക്കാളി പോവുകയും അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ കറിക്കൊരു രുചിയും ഉണ്ടാവത്തുമില്ല. ഇത് മൂത്ത് വരുമ്പോൾ ഇടാനുള്ള കുറച്ച് പൊടി വർഗ്ഗങ്ങൾ ഇപ്പോഴേ എടുത്ത് മാറ്റി വെക്കാം. 2½ ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടെ എടുക്കാം. തേങ്ങ മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇടാനായി ഇത് മാറ്റി വെക്കാം. തേങ്ങ വറുത്തരച്ച് വെക്കുന്ന തീയലിനും കറികൾക്കും ഒക്കെ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കാൻ നോക്കണം. ഇപ്പം തേങ്ങയുടെ കളറൊക്കെ മാറി മൂത്ത് വരുന്നുണ്ട്. എണ്ണമയം കുറവുള്ള തേങ്ങയൊക്കെയാണ് ഇതുപോലെ വറക്കുന്നതെങ്കിൽ അടി പിടിക്കുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. തീ കുറച്ച് വെച്ച് പൊടിവർഗ്ഗങ്ങളുടെയൊക്കെ കളർ ചെറുതായി മാറി നല്ലൊരു മണം വരുന്നവരെ മൂപ്പിക്കാം. ചട്ടിയുടെ ചൂടിലിരുന്ന് ഇനിയും മൂത്ത് പോകാതിരിക്കാൻ ഇതിൽ നിന്ന് മാറ്റാം. ഞാനിപ്പം ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവോള ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഇതൊരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർക്കാം. ഇനി ജാറി കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പൊട്ടും കളയാതെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയിൽ എത്ര ഗ്രേവി വേണോ എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ഈ സമയം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ അധികം ചാറില്ലാതെ കുറുകിയ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞെടുത്താണിത്. ഇതുകൂടെ ചേർക്കാം. പിന്നെ മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഉണക്കച്ചെമ്മീൻ ഉപ്പുള്ളതായതുകൊണ്ട് നമ്മൾ ഇതുവരെ കറിക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കി 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം ചെമ്മീൻ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കടുക് വറുത്ത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടി വന്നാൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് ഇനി ഇതിൽ ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല ടേസ്റ്റിയായ ചെമ്മീൻ തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ചൂടോടെ ചോറിനൊപ്പം കഴിക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുതേ. താങ്ക് യു.